ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കരയാണെന്ന് കരുതിയിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതായിരിക്കും അല്ലേ? കരയുന്നില്ല എന്നെല്ലാരും പറഞ്ഞു. അത് പുറത്തല്ലേ? ഒരു വിഡ്ഢിയുടെ യാത്രയായിരുന്നു എനിക്ക്. ജീവിതം പിടിച്ചു നിർത്തി നല്ല വഴി കാണിച്ചു തന്നിട്ടും അതിൽ നിന്ന് തെന്നി തെന്നി ആപത്തിലേക്ക് പോയൊരു വിഡ്ഢി. ചില നേരത്ത് ഈ പാരമ്പര്യങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ബാധ്യതയായിട്ട് മാറും. ഞാനൊരു താലി മുറുക്കി പിടിച്ച് പറഞ്ഞതുപോലെ. ഞാനതിൽ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല. താനെന്നല്ല, നമ്മുടെ സൊസൈറ്റിയിലെ ഭൂരിഭാഗം സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം ബാധ്യതകളോടാ. താൻ മാത്രമല്ല, എല്ലാരും അങ്ങനെ തന്നെ ഇല്ലാതാവുന്നത്. തൊട്ടു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഹരിക്കെന്നും കൗതുകമുള്ളൊരു മരണവാർത്ത കേൾക്കാമായിരുന്നു. ഏയ്, അങ്ങനെയൊന്നും പറയരുത്. ജീവിതത്തിൽ താൻ പാലിക്കുന്ന ചിട്ടകളും ദൈവത്തിന്റെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ചേർന്നിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയെങ്കിലും തനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാമല്ലോ. ക്ലാസും ചുറ്റും കുട്ടികളും, തനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലോകമല്ലേ. പതുക്കെ പതുക്കെ താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നോക്കണം ഹരി, തളർന്നു കിടക്കാം. കാലെടുത്ത് നടക്കാൻ തുടങ്ങുമ്പോഴേ ഓരോ മുറിവിനെ കുറിച്ചും അറിയാൻ പറ്റൂ. എന്നാലും ഞാൻ നോക്കും. കാരണം എന്നെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്. ഞാൻ തെറ്റിലേക്ക് നടക്കുമ്പോഴും സ്വന്തം ജീവൻ ഒരുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരമ്മയുണ്ട്. നിനക്കെന്തെങ്കിലും കടമയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാ ഞാൻ പറയും, ഒരിക്കൽ എന്റെ അച്ഛനെ സ്നേഹിച്ചതുപോലെ, എന്റെ അച്ഛനെ നോക്കിയിരുന്നത് പോലെ ആ അമ്മയെ നോക്കണം ഒരുപാട് കാലം. മനസ്സിലെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങട്ടെ. ഞങ്ങളൊക്കെയുണ്ട് കൂട്ടിന്. അല്ല, ഞാൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിട്ട് കിട്ടാതെ പോകുന്നുണ്ടല്ലേ? ശരിയാ, ചില വാക്കുകളൊക്കെ മുറിഞ്ഞു പോവാ.